സംവിധാനം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പറ്റങ്ങൾ, അങ്ങനെ പറയാനൊക്കൂ? ജനാധിപത്യത്തിലെ ഏറ്റവും, ഇന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ശ്രീ ശശി തരൂരിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടെമ്പിൾ ഓഫ് ഡെമോക്രസി. ഒരു വിശ്വപൗരൻ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു MP-യിൽ നിന്ന് മാറി, ഒരു കോൺഗ്രസ്സുകാരനിൽ നിന്ന് മാറി, ഒരു മനുഷ്യൻ, ഒരു സമ്മതിദായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഹൃദയം തുറന്ന് ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ ഒരു മലയാള വിവർത്തനം പ്രിൻ്റ് ഔട്ട് എടുത്ത് തൃപ്പൂണിത്തറയിൽ പ്രത്യേകിച്ച് കൊടുക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യകർത്താക്കളോട് ആവശ്യപ്പെടും, അപേക്ഷിക്കുകയല്ല. എത്തണം, ഇത്തരം ചിന്താഗതികൾ എത്തണം. തൃപ്പൂണിത്തറയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കറിയണ്ട എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ മതിക്കുന്നത് തൃപ്പൂണിത്തറയിൽ നിന്ന് യാത്രാ സംവിധാനത്തിന് ഒരു ഏക ഓൺട്രപ്രണർ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് തമ്പുരാനാണ് വന്നത്. മോഡേണൈസേഷൻ ഓഫ് ലിവിങ് സിസ്റ്റംസ്, മോഡേണൈസേഷൻ. അന്നത് റെയിൽവേ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ലോജിസ്റ്റിക് തിങ്കിങ് ആണ്. മോസ്റ്റ് മോഡേൺ റെയിൽ, അങ്ങനെ ഒരു കാര്യം സംഭവിക്കൂ? തൃശ്ശൂർ വഴി കോയമ്പത്തൂർ വരെ മെട്രോ സംഭവിക്കുമോ? ഒരു ഊളയ്ക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചവന്മാരാണ് ഇപ്പോൾ ചോദിക്കുന്നത് എവിടെ മെട്രോ എന്ന്. എന്തൊരു വിരോധാഭാസമാണ്.